മികച്ച വിദ്യാഭ്യാസം, വൈവിധ്യമാർന്ന സാംസ്കാരിക അനുഭവങ്ങൾ, മികച്ച ജോലി, വ്യത്യസ്തമായ ഭക്ഷണം തുടങ്ങി വിദേശ പഠനം തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ മുൻപിൽ നിരവധി സാധ്യതകളാണ് തുറന്നു കിടക്കുന്നത്. ഏറ്റവും മികച്ച സ്ഥാപനങ്ങളും കോഴ്സുകളും തിരഞ്ഞെടുക്കുക വഴി അക്കാദമിക് ഭാവി സുരക്ഷിതമാക്കുക എന്നതും വിദേശ പഠനത്തിനായി തയ്യാറെടുക്കുമ്പോൾ ഏറെ പ്രധാനമാണ്. തൊഴിൽ സാധ്യത തന്നെയാണ് എക്കാലത്തും വിദേശ പഠനത്തിന്റെ പ്രധാന ആകർഷണീയതയായി ചൂണ്ടിക്കാണിക്കുന്നത്. വിദേശത്തെ മികച്ച റാങ്കുള്ള സർവകലാശാലകളിൽ പഠിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അസാധാരണമായ തൊഴിലവസരങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കും. ഓരോ വർഷവും കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഏജൻസി വഴി വിദേശത്തേക്ക് പഠനത്തിനായി പോകുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇനത്തിൽ തന്നെ നൽകേണ്ടി വരുന്നത് ലക്ഷങ്ങളാണ്. ഇതിൽ ഭൂരിഭാഗം കുട്ടികളും കേരളത്തിലെ ഏതെങ്കിലും സർക്കാർ കോളേജിലോ എയ്ഡഡ് കോളേജിലോ സ്വാശ്രയ കോളേജിലോ മെറിറ്റിൽ സീറ്റ് കിട്ടിയവരല്ല എന്നതും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്തെ മികച്ച കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ നല്ല നിലവാരമുള്ള പ്രവേശന പരീക്ഷകൾ എഴുതി മികച്ച മാർക്കോടെ ഉയർന്ന റാങ്കിൽ വരണം. അത്തരം കുട്ടികൾക്കാണ് സ്കോളർഷിപ്പും സ്റ്റൈപ്പൻഡും ലഭിക്കുക. കേരളത്തിൽ നിന്ന് വിദേശത്ത് പോയി പഠിക്കുന്ന കുട്ടികളിൽ മഹാഭൂരിഭാഗവും നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്ത് നിന്ന് പ്രതിവർഷം 8 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് വിദേശങ്ങളിലേക്ക് ഉപരിപഠനത്തിനായി പോകുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്ന് ശരാശരി 42,000 വിദ്യാർത്ഥികൾ. ഇവരിൽ 54.4% പെൺകുട്ടികളാണ്. ഇതിൽ 72% പേരും ബിരുദധാരികളോ അതിനു മുകളിൽ വിദ്യാഭ്യാസ യോഗ്യതയോ ഉള്ളവരാണെന്നതും പ്രധാനമാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കാനുള്ള അവസരങ്ങൾ കൂടി വരികയാണ്. എന്നാൽ കഴിവും യോഗ്യതയുമുള്ള എല്ലാവർക്കും വിദേശ പഠനത്തിനായി പോകാൻ സാധിക്കണമെന്നില്ല. വിദേശത്ത് പഠിക്കുന്നതിനുള്ള ചെലവാണ് ഇതിൽ പ്രധാന കാരണമായി വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. വിദേശത്ത് പഠിക്കാനുള്ള പണം കണ്ടെത്താൻ പ്രധാനമായും 2 സാധ്യതകളാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ളത്. പഠനത്തിന് സഹായകമാകുന്ന സ്കോളർഷിപ്പുകളും ബാങ്കുകൾ നൽകുന്ന വിദ്യാഭ്യാസ വായ്പയുമാണിത്. സ്കോളർഷിപ്പിനേക്കാൾ വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾ കൂടുതലായി ആശ്രയിക്കുന്നത് ബാങ്കുകൾ നൽകുന്ന വിദ്യാഭ്യാസ വായ്പകളെയാണ്. ഇന്ത്യയിൽ വിവിധ ബാങ്കുകൾ വിവിധ പലിശ നിരക്കിൽ വിദ്യാഭ്യാസ വായ്പകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സാധാരണയായി ഏകദേശം 8.5% മുതൽ 16% വരെയാണ് പലിശ നിരക്ക്. കോഴ്സ് ഫീസ് ഇനത്തിന് പുറമെ താമസം, പുസ്തകങ്ങൾ, ഉപകരണങ്ങൾ, യൂണിഫോം, കമ്പ്യൂട്ടറുകൾ എന്നിവ അടക്കമുള്ള വിദ്യാഭ്യാസ ചെലവുകൾ ഉൾപ്പെടെയാണ് വിദ്യാഭ്യാസ വായ്പകൾ ലഭിക്കുക. വിദേശത്ത് ഉപരിപഠനത്തിനായി പോകാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വിദ്യാഭ്യാസ വായ്പ ഉറപ്പാക്കുന്നതിന് മുൻപ് പഠന കാലാവധി പൂർത്തിയാക്കാൻ എത്ര പണം ആവശ്യമുണ്ടെന്ന് വ്യക്തത വരുത്തണം. അതിനുശേഷം വിവിധ ബാങ്കുകൾ മുന്നോട്ട് വയ്ക്കുന്ന വ്യത്യസ്ത വായ്പാ പദ്ധതികൾ താരതമ്യം ചെയ്യുകയും ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായവ തിരഞ്ഞെടുക്കുകയും ചെയ്യണം. ഇതിനുശേഷം വായ്പാ അപേക്ഷയ്ക്ക് ആവശ്യമായ രേഖകൾ ശേഖരിക്കുകയും ബാങ്കുകളിലോ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളിലോ അപേക്ഷിക്കുകയും ചെയ്യണം. രേഖകൾ പരിശോധിച്ച ശേഷം അർഹമെങ്കിൽ ബാങ്ക് വായ്പ അംഗീകരിച്ച് വിതരണം ചെയ്യും. വിദ്യാർത്ഥികൾക്ക് 2 തരത്തിൽ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതിലൊന്ന് ഓൺലൈൻ അപേക്ഷയാണ്. വിദ്യാർത്ഥികൾക്ക് ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി വായ്പയ്ക്ക് അപേക്ഷിക്കാം. ഓഫ്ലൈൻ രീതിയാണ് മറ്റൊന്ന്. വായ്പയ്ക്ക് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവരുടെ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കാവുന്നതാണ്. വായ്പ അനുവദിക്കുന്നതിനായി വിദ്യാർത്ഥികൾ ഒരു പ്രോസസ്സിംഗ് ഫീസ് നൽകേണ്ടതുണ്ട്. ഇത് ബാങ്കുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും.